നമസ്കാരം. ഞാനിപ്പോൾ കൊട്ടിയൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജയകൃത്യൻ പിന്നെ രാജേട്ടൻ പിന്നെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള തലശ്ശേരിയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി നേരെ കൊട്ടിയൂർക്കുള്ള ബസ് വന്നു. അവിടെ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അങ്ങനെ ഇത് അക്കരെ കൊട്ടിയൂരാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ജയകൃത്യന് ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ചായയൊക്കെ കുടിച്ചു. ആ സമയം കൊണ്ട് ഞാൻ അവിടുത്തെ ഓടപ്പൂക്കളും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓടപ്പൂ. ദക്ഷിൻ്റെ താടി എന്നൊരു സങ്കല്പത്തിലാണ് ഓടപ്പൂ. അവിടെ ഒരു 80 രൂപ 100 രൂപ റേഞ്ചിലാണ് ഓടപ്പൂ ഉള്ളത്. പിന്നെ ഇവിടെ വള, മാല, കമ്മൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. 10 രൂപ 20 രൂപ 30 രൂപ ഇതാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഈ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും അതിനകത്ത് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അക്കരെ കുട്ടിയിട്ടും തൊഴുതി കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ പല പല തരത്തിലുള്ള കുങ്കുമങ്ങളാണ് അവിടെയുള്ളത്. കാഴ്ചകളാണ് ഇതൊക്കെ ടോയ്. പിന്നെ നമുക്ക് കൊട്ടിയൂരിൻ്റെ ഹിസ്റ്ററിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ദക്ഷയാഗം നടന്നൊരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ. അപ്പോൾ ദക്ഷയാഗം നടത്തിയ സമയത്ത് നമ്മളെ സതീദേവിയെ ക്ഷണിക്കാതെ യാഗം ചെയ്തപ്പോൾ സതീദേവി അങ്ങോട്ട് പോയി. ദക്ഷൻ്റെ ക്ഷണമില്ലാതെ അങ്ങോട്ട് പോയി. അപ്പോൾ ശിവൻ പോകരുതെന്ന് പറഞ്ഞിട്ടും ദേവി കേട്ടില്ല. അങ്ങനെ ദക്ഷൻ അവരുടെ മുന്നിൽ വെച്ച് ദേവി അപമാനിച്ചു. ദേവി ആ അപമാനം താങ്ങാൻ പറ്റാതെ ആ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. അങ്ങനെ ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ അത് ശിവനെ അറിഞ്ഞ് അതിൻ്റെ ദേഷ്യത്തിൽ ജടയെന്ന് വീരഭദ്രൻ വന്ന് അവിടെയൊക്കെ ആൾക്കാരെ എല്ലാം കൊന്ന് ദക്ഷിണ താടി പിഴുത് എറിഞ്ഞു എന്നാണ് ഒരു സങ്കല്പം. ഇത് വാവലിപ്പുഴ. പിന്നെ അങ്ങനെ ഉള്ളൊരു ഹിസ്റ്ററി കൂടെ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അപ്പോൾ ചുറ്റും കാട്, പുഴ കണ്ടില്ലേ, ഒഴുക്ക് കണ്ടില്ലേ, അങ്ങനെയാണ്. നല്ലൊരു വൈബാണ് ഇവിടെ ഉള്ളപ്പോൾ. അപ്പോൾ ഭഗവാൻ വർഷങ്ങളോളം ദേവിയുടെ മൃതശരീരം ഏറ്റി നടന്ന് വർഷങ്ങളോളം അലറിക്കൊണ്ട്, സങ്കടം സഹിക്കാൻ വയ്യാതെ അലറിക്കൊണ്ട് വിഷമത്തോടെ കരഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരം 108 കഷ്ണങ്ങളാക്കി. പാർവതി ദേവിയുടെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ 108 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് യോനി ക്ഷേത്രം. അത് നോർത്തിലാണ്. ആർത്തവമുള്ള സ്ത്രീകൾക്ക് അവിടെ പോയി തൊഴുതാം, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതും കൂടി അവിടെ ഉണ്ട്. പിന്നെ ആലിംഗനം പുഷ്പാഞ്ജലി എന്നുള്ളൊരു പുഷ്പാഞ്ജലി ഉണ്ട്. മഹാവിഷ്ണു ഭഗവാനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ഇതാണ് ആ സങ്കല്പം. അതായത് തന്ത്രി കുടുംബത്തിലെ മൂത്ത ആൾക്ക് അവിടെ പോയി ആലിംഗനം, അതായത് ഭഗവാനെ കൂളം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെ ചേർത്ത് പിടിക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അതാണ് മഹാവിഷ്ണു ഭഗവാനെ കെട്ടിപ്പിടിക്കുന്നൊരു ഇതാണ്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചടങ്ങും കൂടി അവിടെ ഉണ്ട്. ഇത് ഒരുപാട് സ്റ്റോറി ഉണ്ട്. നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ നിന്ന് ചുരുക്കി പറയണം. അപ്പോൾ ഞാൻ പുഴയിൽ മുങ്ങി എണിച്ച് സ്നാനം ചെയ്ത് ഒക്കെ ഒരു കല്ലെടുത്ത് പൊന്തി നല്ലപോലെ ഉരച്ച് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ ചന്ദനം തന്നെയാണ്. ഓരോരുത്തർക്ക് ഭസ്മം കിട്ടും, ചിലവർക്ക് ചുവപ്പ് കുങ്കുമം കിട്ടും. എനിക്ക് ചന്ദനമാണ് ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ചന്ദനം തന്നെയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ക്യൂവിൽ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ 21-ാം തീയതി പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. 20-ാം തീയതി വരെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ട് സ്ത്രീകൾക്കില്ല. അപ്പോൾ പാർവതി ദേവി ഇവിടെയാണ് ആത്മഹത്യ ചെയ്തത്. അഗ്നിയിൽ ചാടി ഇതായത് ഇവിടെ തന്നെയാണ്. അത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് എല്ലാവർക്കും കൊണ്ട് അറിയില്ല. ഈ നോർത്ത് ഇന്ത്യയിൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാടി വരും. ഇപ്പം തന്നെ നല്ല തിരക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് കന്നഡക്കാരെ ഹിന്ദി, തമിഴ്, തെലുങ്ക് വരാൻ തുടങ്ങിയത്. ഈ പ്രാവശ്യം അത്യാവശ്യം ഉണ്ട്. ഇത് ജയകൃത്യം ക്യൂവിൽ നിൽക്കുന്ന ഞാൻ അവനെ കാണാനില്ലാതെ ക്യാമറ വെച്ച് സൂം ചെയ്യുമായിരുന്നു. സംഭവം അവിടെ തന്നെ ഉണ്ടാവും, പോയിട്ടില്ല. അപ്പോൾ അയ്യോ എനിക്ക് ഒന്നുമില്ല. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ പുഴയും കാടും പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നു ചേരുന്നൊരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ. ദക്ഷിണ കാശി, ദക്ഷിണ കൈലാസം എന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ അടുപ്പിൽ, പായസം വയ്ക്കുന്ന അടുപ്പിൽ എത്ര വിറകിട്ട് കത്തിച്ചാലും അവിടെ വെണ്ണീർ അവിടെ നിറയില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഭസ്മാസുരനാണ് ഭഗവാൻ, ഭസ്മപ്രിയനാണ് ഭഗവാൻ. ഭസ്മപ്രിയനായതുകൊണ്ട് അത് ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ വെണ്ണീർ വേറൊരു ക്ഷേത്രത്തിൻ്റെ അവിടെ അടുപ്പിലുണ്ടാവുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത് ഹിസ്റ്ററി. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ വിശ്വാസം. കണ്ടില്ലേ അവിടെ പുകയുന്ന കണ്ടല്ലേ, അത് അവിടെ നേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനുള്ള പായസം നിവേദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയകൃത്യനെ വെച്ച് ഞാൻ ഒരു ഇറങ്ങി എന്നാൽ വിളിച്ചു. എല്ലാവർക്കും ഹായ് പറഞ്ഞ്. അപ്പോൾ ജയകൃത്യൻ ഇതെൻ്റെ കൂടെ 4-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ
എല്ലാവർക്കും അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ നിന്നൊരു വിളി വരണം, നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി കുട്ടികൾക്ക് വരാൻ പറ്റില്ല. ഈ മൂകാംബിക പോലെ ഉൾവിളി വരണം. അപ്പോൾ ഞാൻ 2-3 ആൾക്കാരോട് പറഞ്ഞു, അതിൽ ഒരാൾക്കാരോട് ഒരു സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നോക്കട്ടെ, പോകണമെന്നുണ്ട്. പക്ഷേ ഞാൻ അയാൾക്കൊരു വീഡിയോ അയച്ചു കൊടുത്തു, കൊട്ടിയൂരിൻ്റെ. ആ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ പിന്നെ അയാൾ കാണുന്നതൊക്കെ ഈ കൊട്ടിയൂർ വീഡിയോ ആണ്. അപ്പോൾ ആൾ ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ ആൾ പോയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ വേറൊരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, കണ്ടിട്ടില്ല, പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരെ സജസ്റ്റ് ചെയ്യും, ഇങ്ങനെ നല്ലൊരു ഇതാണെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും പോകാൻ പറ്റണം, പൊയ്ക്കോട്ടെ. നമ്മൾ 3 നേരം ഒരാൾ പോയി കഴിഞ്ഞാൽ അതൊരു വിശ്വാസം, അവർക്കൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഞാൻ പ്രദക്ഷിണം ചെയ്തു. ഇവിടെയാണ് ദേവി പാർവതി, സതീദേവി ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ പട്ടുംതാലിയൊക്കെ കല്യാണം കഴിയാത്തവർ പട്ടുംതാലിയൊക്കെ നേർന്നു കഴിഞ്ഞാൽ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. പിന്നെ നമുക്ക് ചാക്യാർ കൂത്തിനൊക്കെ വേണമെങ്കിൽ ചീട്ടാക്കാം. ഞങ്ങളൊരു ചാക്യാർ കൂത്തിന് ചീട്ടാക്കി 101 രൂപയായിരുന്നു. ഇത് വീടില്ലാത്തവർ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ച് കല്ലുകൾ അടുക്കി മേൽഭാഗത്ത് വെക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം, ഒരു വീട് പണി നടക്കും എന്നുള്ളൊരിത്. പിന്നെ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടാകും. പിന്നെ അത് ഇക്കരെ കൊട്ടിയൂരാണ്. ഇക്കരെ കൊട്ടിയൂർ വന്നു, ഇവിടെ തൊഴുതി. പിന്നെ അവിടെ നിന്ന് പായസം, അപ്പം പിന്നെ കളഭം, പിന്നെ അവിടെ ഒരു അഷ്ടബന്ധം, അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലം എനിക്കൊരു മണ്ണ് കിട്ടുന്നുണ്ടായിരുന്നു, ശിവനെ പൊതിയുന്ന ഒരു മണ്ണുണ്ട്, അഷ്ടബന്ധം എന്ന് പറയും. മണ്ണോടുകൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് കിട്ടി. ഈ പ്രാവശ്യം തന്ത്രിമാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി അവരുമായിട്ട് കണ്ട് അനുഗ്രഹം മേടിച്ചു. അവരത് എനിക്ക് തന്നു. അതൊക്കെ സന്തോഷമായി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നു. നേരെ ഇവിടുന്ന് കണ്ണൂർ പോയി, കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവ് കയറി അവിടെ വന്നു. അവിടേക്ക് ഉച്ചയായി കേട്ടോ, ഉച്ചയായി. അപ്പോൾ ഞാനും ജയകൃത്യനും പിന്നെ രാജേട്ടൻ പിന്നെ അവരുടെ കൂടെയുള്ളൊരു ഏട്ടനും കൂടി 4 കൂടി ആയിരുന്നു. ഞങ്ങളിവിടെ വന്നു മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തെയ്യത്തിൻ്റെ വേഷമൊക്കെ ഇട്ട് വരുന്നത് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. ആ ടൈം വരെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ജോലി തിരക്കും കാരണം ആയതുകൊണ്ട് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലിക്ക് കയറേണ്ടതായതുകൊണ്ട് പാലക്കാട് എത്താൻ അത്യാവശ്യം 3-4 മണിക്കൂർ യാത്രയുണ്ട് അവിടുന്ന് പാലക്കാട്ടേക്ക്, കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക്. അപ്പോൾ എനിക്ക് അതാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബോട്ട് യാത്രയൊക്കെ നടത്തി. ഇവിടെ അരമണിക്കൂറിന് 50 രൂപയാണ് ഒരാൾക്ക് യാത്ര. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഈ വെള്ളം ഭയങ്കര കയ്പ്പാണ്. ഞാൻ നല്ലപോലെ മുഖം കഴിയുന്നു. നമ്മൾ സാധാ പാലക്കാടിലെ പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ മുഖം കഴിയപ്പോൾ ഭയങ്കര ഉപ്പ് രസമായിരുന്നു. താടിയില്ലാത്ത ഈ പ്രാവശ്യം താടിയും മീശയൊക്കെ വടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ വടിക്കാറില്ല, പക്ഷെ എന്തോ ഒരു ടെൻഷൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അത് കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ വന്നു. അപ്പോൾ കുറേ ആൾക്കാർ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടി ഇവിടെ വന്നപ്പോൾ, ആ പരിചയക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, എന്നാലും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. നല്ലൊരു മുത്തപ്പൻ്റെ അവിടെ വന്നു. പിന്നെ പുഴുക്ക്, നാളികേരക്കുത്ത്, പിന്നെ ചായ, അതൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു ഫീൽ ആയപ്പോൾ അങ്ങനെ ബോട്ട് യാത്രയായിരുന്നു. അരമണിക്കൂറിന് 50 രൂപ. കണ്ടില്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക ചെയ്തു. കുഴപ്പമില്ല പറഞ്ഞ ആളെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി. ആൾ അടുത്തുള്ള കുറച്ച് ആൾക്കാർ, അവർ കന്നഡക്കാരാണ്. അപ്പുറത്തുള്ള ഒരു ഏട്ടനും ചേച്ചിയും, ഇപ്പുറത്തുള്ളവർ മലയാളീസാണ്. അങ്ങനെ തമിഴന്മാരും ഉണ്ട്. നമ്മൾ മലയാളീസാണ്, എന്നാലും എല്ലാവരും മിക്സറാണ്. എല്ലാവരും സന്തോഷത്തോടെ നല്ല ഹാപ്പി എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊട്ടിയൂർ പോയിട്ട് നേരെ പറശ്ശിനിക്കടവിലേക്കായിരുന്നു വന്ന്. അവിടുന്ന് പോയവരൊക്കെ രാജരാജേശ്വരി ക്ഷേത്രം അവിടെയാണ് പിന്നെ ബാക്കിയുള്ളവർ പോയത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നേരെ പാലക്കാട്ടേക്ക് തന്നെ റിട്ടേൺ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുവരെ ഒരു യാത്രയായിരുന്നു, ബോട്ട് യാത്ര. ഇത് പിന്നെ ഇതിൻ്റെ ബാക്കേജാണ് പറശ്ശിനിക്കടവിൻ്റെ. ഇതിൻ്റെ നേരിട്ട് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടില്ല. ഇങ്ങനെ തന്നെ നിന്ന് തന്നെ ഫുൾ ഫോട്ടോ കിട്ടുള്ളൂ. അല്ലെങ്കിൽ സൈഡാണ് പറശ്ശിനിക്കടവ് പോയി എല്ലാവർക്കും കിട്ടാറ്. ഇത് ഫ്രണ്ട് ഇങ്ങനെ ഫുള്ളായി കിട്ടണമെങ്കിൽ ഈ കായലിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് തന്നെ എടുക്കണം, എന്നാലേ ഫുള്ള് കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ട്രെയിൻ കയറി, ഇവിടുന്ന് അങ്ങനെ ട്രെയിൻ കയറി പാലക്കാടിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ പാലക്കാട് വന്നു.